ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് നമ്മളൊരു പോയിന്റ് കിട്ടിയപ്പോൾ നമ്മളിത് മറന്നു സെറ്റ് ആണെന്നത്. ഞാൻ അപ്പൊ പോയി മൂത്രം ഒഴിക്കും നമ്മള് സീരിയസ്ലി. അവിടെ നമ്മൾ പോയിട്ട് ആ പാറിന്റെ ഇടയിൽ മൂത്രം സെറ്റ് ആണല്ലോ തിയേറ്ററിൽ ഫസ്റ്റ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് കണ്ടപ്പോഴാണ്, ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് സുഷിൻ പറഞ്ഞ കാര്യം നമുക്ക് തന്നെ പിടിയിട്ടത്. ആക്ച്വലി നമ്മള് സെറ്റിൽ ഫസ്റ്റ് ദിവസം ചെന്ന് സെറ്റ് കണ്ട് തകർന്നിങ്ങനെ നിൽക്കുമ്പോ അടിപൊളി സാധനം പറഞ്ഞ് നിൽക്കുമ്പോൾ താഴെ കൂടി പഴുതാര പാറ്റ കഴിഞ്ഞു പോകുന്നത്. ആ ചേട്ടൻ കൊണ്ടിട്ട പാറ്റയായതൊക്കെ രാവിലെ 5:30 വിളിച്ചെണീപ്പിച്ചിട്ട് ഫയർഫോഴ്സിന്റെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് വരും. ജീവിതത്തിലെടുത്തേക്കണ ഒരു റിസ്ക് കൂടിയാണ്. നമ്മളെല്ലാരെയൊക്കെ വെച്ചിട്ട് ട്രസ്റ്റ് ചെയ്ത് ഒരു പരിപാടി ചെയ്യണം. ആലിപ്പഴം എന്ന് പറഞ്ഞ സീരിയലില് ചിതു ത്രൂ ഔട്ടായിട്ട് അഭിനയിച്ചൊരു ക്യാരക്ടറാണ്. അപ്പം ചിതു പണ്ട് മറ്റേ ടിഫിൻ ബോക്സ് കൊണ്ടുവരും. അപ്പൊ ആ ഒരു ടിഫിൻ ബോക്സ് എനിക്ക് കിട്ടണം എന്നുള്ള, ചപ്പാത്തി ചിക്കൻ കിട്ടുന്നുള്ള വാശിയിലാണ് ഒരു കാറും ഭരണം പിക്ക് ചെയ്യാന്നുള്ളൊരു വാശിയിലാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള എന്റെ ആഗ്രഹം. അജയനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ അജയൻ പറഞ്ഞത്, എടാ നമുക്കത് ആരെയും കാണിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. സെറ്റ് പൊളിച്ചു കളഞ്ഞല്ലോ. ഒരു സുഭാഷ് എന്നൊരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി ദൈവമാകുന്ന കഥയാണ് ഈ സിനിമ. എന്നിട്ട് വീടെങ്ങാനും ജപ്തി വരുമെന്ന് വെച്ചിട്ട് ലാലങ്ങളെ എല്ലാവരും ഫ്ലാറ്റിൽ ജീഞ്ചാൻ്റെ കൊണ്ട് താമസിപ്പിച്ച് നിൽക്കുകയാണ് അന്ന്. പക്ഷേ ആദ്യത്തെ 3 ദിവസം ആളില്ല. അവർ തീർന്നെന്ന് വിചാരിച്ച സ്ഥലത്താണ് ആ പടം സൂപ്പർ ഹിറ്റിലേക്ക്, മലയാളം കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നത്. അപ്പം കണ്ടന്റ് ഇസ് എ കിങ്. ഇന്റൻസ് ആണ് അവന്റെ കണ്ണുകളും, കളിയാക്കിയെങ്കിലും അത്യാവശ്യം ഇന്റൻസ് ആണ്. അപ്പം പുള്ളി അത്യാവശ്യം 3-4 പടങ്ങൾ ചെയ്തു. അതെ, എല്ലാരും പറയണെങ്കിൽ ഇവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള PR വർക്കൊക്കെ ചെയ്യണം. തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങൾ കീഴടക്കിയ മഞ്ഞുമൽ ബോയ്സിലെ ഒരു സംഘമാണ് ഇന്ന് മീഡിയ വണ്ണൊപ്പം ഉള്ളത്. സ്വാഗതം. ഇപ്പോൾ ഗണപതി ഉണ്ട്, വിഷ്ണു ഉണ്ട്, അരുണുണ്ട്, ചന്തു ഉണ്ട്. ഇപ്പം ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു സിനിമ, അതിൻ്റെ ഒരു ഫസ്റ്റ് ന്യൂസ് വരുന്ന സമയത്ത് തൊട്ട് തന്നെ ഒരുപാട് ഹൈപ്പുകളുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ ഹൈപ്പ് ഉയർന്നു വന്നത്. ഇപ്പോൾ ചിദംബരത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ സീൻ മാറ്റും എന്നുള്ള ഒരു ഡയലോഗ് വരുന്നു. ഇപ്പോൾ ഹൈപ്പുകളൊക്കെ സത്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഇങ്ങനെ കയറി വരുന്ന സമയത്തെ നിങ്ങൾക്ക് ആ ഒരു ആ സമയത്ത് തോന്നിയിരുന്നത് എന്തായിരുന്നു? ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത്, ഇപ്പോൾ ഹൈപ്പ് സത്യമായ സ്ഥിതിക്ക് പറയാലോ, എന്തായിരുന്നു നിങ്ങൾക്ക് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നത്, ആളുകളുടെ പ്രതീക്ഷയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ? അല്ല, ഈ ഹൈപ്പിനേക്കാളൊക്കെ വലുത് നമ്മളിതിൻ്റെ ക്രൂവില് നമ്മൾ വിശ്വസിച്ചിരുന്നൊരു ക്രൂ ആണ്. കാരണം നമ്മൾക്ക് ഇപ്പം ഞാനടക്കമുള്ള ചിദംബരം അടക്കമുള്ള ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ക്രൂവിനോട് നമുക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നില്ല സുഷിൻ അങ്ങനെ വെറുതെ പക്ഷെ എന്നാൽ പോലും സുഷിനുള്ള പേഴ്സ്പെക്റ്റീവ് അങ്ങനെ പറയുമ്പോൾ പോലും അങ്ങനെയാണോ? കാരണം നമ്മളിതിൻ്റെ അകത്തിരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മളിതിൻ്റെ സീൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, നമ്മളിതിൻ്റെ കട്ട്സും പരിപാടിയൊക്കെ കാണുന്നുണ്ട്, ഇതിൻ്റെ എഡിറ്റിംഗ് ടൈമിലും ഇടയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ ഫസ്റ്റ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് കണ്ടപ്പോഴാണ്, ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് സുഷിൻ പറഞ്ഞ കാര്യം നമുക്ക് തന്നെ പിടിയിട്ടത്. ആക്ച്വലി അപ്പോൾ ആ ഹൈപ്പിൽ ആക്ച്വലി ഒരു പരിധിവരെ നമുക്കിത് ലൈക്ക് ഹൈപ്പിനൊത്തുണ്ടോ അല്ലെങ്കിൽ ഹൈപ്പിനൊത്ത് വരുമോ, പക്ഷെ ഇതൊരു നല്ല സിനിമയാവുന്നുള്ളത് അല്ലെങ്കിൽ ഗംഭീര സിനിമയാവുന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമുണ്ടായിരുന്നു. കോൺഫിഡന്റ് ആയിരുന്നു, എല്ലാവരും കോൺഫിഡന്റ് ആയിരുന്നു, നല്ല സിനിമയ്ക്ക് ഉള്ളിലെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീൻ ഉണ്ടോ? ഐ മീൻ സ്പോയിലർ അല്ലാതെ പറയാൻ പറ്റുന്ന. എന്നാൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്? രാവിലെ 5:30 വിളിച്ചെണീപ്പിച്ചിട്ട് ഫയർഫോഴ്സിന്റെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് വരും. നനച്ചിട്ട് ഇങ്ങനെ മഞ്ഞത്തൂടെ ഇങ്ങനെ ഓട്ടിപ്പിക്കും. അത് വല്ലാത്ത എക്സ്പീരിയൻസ്. അതിങ്ങനെ കണ്ടിന്യൂസ് 5-6 ദിവസം നമ്മള് അത് തന്നെയായിരുന്നു. വിഷ്ണുവിന് എന്തായിരുന്നു? എല്ലാവർക്കും മഴയും തണുപ്പാണോ? നല്ലൊരു എക്സ്പീരിയൻസ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്തോടാ ജനുവരി ഭയങ്കര സമയത്താണ് നിങ്ങൾ മഴയത്ത് നിർത്തിയിട്ട്
ചേട്ടനാണോ ഇതിന്റെ മെയിൻ ആള്? ഏതാ അല്ല ചിദംബരം ആണല്ലോ ഇതിന്റെ ഒക്കെ. അല്ല കഥ ഡിമാൻഡ് ചെയ്താണ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആവശ്യമായിരിക്കും. അല്ല അങ്ങനല്ല, അതിലൊക്കെ ഒരു സുഖം കൊള്ളുന്നത് ഒരു അഭിമാനം കൊള്ളുന്നത് ഇപ്പോഴാണ്. കൺമണിയുടെ കാര്യം ട്രെയിലറിലും കൂടെ ഉണ്ടായിരുന്നോണ്ട് അതിന്റെ കാര്യം ചോദിക്കാവോ? അല്ല അത് പക്ഷെ എവിടെ വരുന്നു എന്തിനു എവിടെ വരുന്നു എന്തിനു വരുന്നു എന്നൊന്നും ചോദിക്കുന്നില്ല. ബട്ട് അത് ആ പാട്ട് പ്ലേസ് ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഇടയിൽ ഡിസ്കഷൻ നടന്നിരുന്നോ? അല്ലെങ്കിൽ അത് ചിദംബരത്തിന്റെ തന്നെ ഐഡിയ അല്ല ആയിട്ട് ഈ വന്നതാണോ? സിനിമ ആദ്യം സ്ക്രിപ്റ്റ് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ ഈ കഥ പറയുമ്പോൾ ഇത് ഏത് സ്ഥലത്ത് വരണം, ഇത് ഏത് സ്ഥലത്ത് ഇത് ടച്ച് ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ കോർ എലമെന്റ് ആണ് ഈ പാട്ട് എന്നുള്ളത് ആദ്യമേ ഡിസൈഡ് ചെയ്തതാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാവുന്നതിന് മുമ്പേ വരെ ഈ സിനിമയുടെ കഥ പറയുമ്പോൾ പോലും ഉണ്ടായിരുന്നു ചിദംബരത്തിന്റെ മനസ്സിലത്. അത് നമ്മൾ ഷോർട്ട് ബൈ ഷോർട്ട് വരെ എക്സ്പ്ലെയിൻ ചെയ്ത്, എനിക്ക് അതാണ് ആ ഷോർട്ട് ബൈ ഷോർട്ട് വരെ അന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം ഇന്ന് തിയേറ്ററിൽ കാണിച്ച ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ കിട്ടുന്നത് നമ്മൾ കണ്ണു നനയാന്ന് പറയുന്നത്. നമ്മളിത് വർക്ക് ചെയ്ത ആൾക്കാരാണ്, പക്ഷെ നമ്മുടെ കണ്ണ് നനയിക്കുക എന്ന് പറയുന്ന ഒരു മൊമെന്റ്, കാരണം അത് വർക്ക് ചെയ്ത സാധനം അങ്ങനെ തന്നെ ആൾക്കാരെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി ഭയങ്കര വല്ലാത്തൊരു മൊമെന്റാണ്. അപ്പം അത് മുമ്പേ ഉള്ളതാണ്. ചിദംബരത്തിന്റെ ആദ്യത്തെ സിനിമയിൽ പോലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, സമയമായിരുന്നത്തിൽ, അപ്പൊ അങ്ങനെ പണ്ടത്തെ പാട്ടുകളോട് ഉള്ളൊരു പ്രണയം നമ്മുടെ ടീമിന് മൊത്തം ഉണ്ട് അങ്ങനത്തെ ഒരു പരിപാടി. അപ്പം കൺമണി എന്ന് പറഞ്ഞ പാട്ട് ഈ സിനിമക്ക് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ആദ്യത്തെ ഡിമാൻഡാണ് ഈ പാട്ടില്ലെങ്കിൽ ഈ സിനിമ. അതുപോലെ നമ്മൾ കേട്ടു തുടങ്ങിയതാ കൺമണി. നിങ്ങളുടെ സെറ്റിലും ഇപ്പൊ ഇങ്ങനെ ചില സെറ്റുകളിൽ പറയുമല്ലോ, ചില പാട്ടുകൾ ഒരു മൂഡിലേക്ക് എത്താൻ ചില പാട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ, അങ്ങനെ ഈ പാട്ട് നിങ്ങൾ എല്ലാവരും ഈ സിനിമയുടെ സമയത്ത് ഒരുപാട് കേട്ടിരുന്നോ? അങ്ങനെ ഒരു കണക്ഷനും കൂടി ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഫേവറേറ്റ് സോങ് അതെ അതെ, ആ സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുമായിരുന്നത്. എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ എല്ലാ ദിവസവും രാത്രി ചിലപ്പോൾ എൻഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിങ്ങനെ എല്ലാരും ഇങ്ങനെ കോമഡി വരെ പറയുമ്പോൾ നമുക്ക് അത്ര അതാണ് ഈ സ്ക്രിപ്റ്റ് സീൻ വായിച്ചിട്ട് പോലും നമുക്കത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അത്ര ഇങ്ങനെ നമ്മൾ ആലോചിക്കും എന്തായിരിക്കും ഇവിടെ വരുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ ആലോചിക്കും പാട്ട് കേൾക്കുമ്പോഴൊക്കെ. ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ അത് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ കാണുക എന്നുള്ളത് നമുക്കൊരു സാധനമുണ്ട്. അത് ഷൂട്ട് ചെയ്ത ടൈമിലാണെങ്കിൽ നമ്മൾ പോയിരുന്നിട്ട് ഒന്നുകൂടെ കാണിക്കും, എഡിറ്റ് ചെയ്ത പോർഷൻ കണ്ടിട്ട് ഒന്നുകൂടെ കാണിക്കും പ്ലീസ്. പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മള്, ഇടക്കിടക്ക് വരുന്നത് കാണുന്നത് നമ്മള്. ഓൾസോ എനിക്ക് തോന്നുന്നു ചിതുവിന്റെ ഒരു റെസ്പെക്ട് ആൻഡ് ട്രിബ്യൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു പാട്ടിനോടും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്റ്റോറി ഉണ്ട് കണ്ടിരുന്ന ചിദംബരം ആൻഡ് ജാനകി ജാനകി സോങ്സ്. അപ്പോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറി. കാരണം വെച്ചാൽ എന്താ പറയുക, എസ് ജാനകി പാട്ടുകളോട് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ അവർക്കൊരു ഇളയരാജ സോങ്സ് അത് അവർക്കൊരു ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ആ സിനിമയിലെ ഒരു മൊമെന്റും ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ അത് വരുന്നത്. ഇപ്പം നമുക്ക് സിനിമയെ പറ്റിയിട്ട് അതിൻ്റെ സ്പോയിലറുകളില്ലാതെ അധികം സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങളെല്ലാവരുടെയും ലൈഫിൽ ഇപ്പം നമുക്ക് ചില യാത്രകളിലൂടെ കിട്ടുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇതിൻ്റെ പാട്ടിൻ്റെ സീനിൽ ഇപ്പം പ്രസാദ് സ്വാഭാവികമായിട്ടും മഞ്ഞുമൽ ബോയ്സിന് ആ യാത്രയിലൂടെ കിട്ടിയ സൗഹൃദമാണ് നമുക്ക് തീരെ ഇനി ഒരിക്കലും ആ മനുഷ്യനെ നമ്മളത് വിട്ട് കളയൂല, മറക്കൂല. അങ്ങനെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ യാത്രകളിലൂടെ ഒരു എന്താ പറയുക, ഒരു കമ്പാനിയൻ പെട്ടെന്ന് കയറി വരികയും പിന്നെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉണ്ടാവുന്ന അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു യാത്രകളിൽ? എല്ലാരും ജീവിതം തന്നെ ഒരു യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്ട്രേഞ്ചർ ആൾക്കാരാണ്. അതായത് എനിക്ക് റഹ്മാന്റെ ക്യാരക്ടർ പ്രസാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രേഞ്ചർ ഫ്രണ്ട്സ് ഗ്രേറ്റർ സ്റ്റോറീസ് പറയില്ലേ, അതാണ് റഹ്മാന്റെ ക്യാരക്ടർ. നമുക്കറിയാത്ത ഒരാൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാർട്ട് ആവുകയാണ് പ്രസാദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പൊ ലൈക്ക് പ്രസാദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളുടെ ലൈഫിൽ ഇന്നവേറ്റബിൾ പാർട്ടായി മഞ്ഞുമൽ ബോയ്സിൽ ഒരാളെ ആഡ് ഓൺ ആവുകയാണ്. 11ാമത്തെ ആളായിട്ട് കയറി വരികയാണ്. ഞാൻ നിങ്ങളുടെ ലൈഫിലൊക്കെ അങ്ങനെ വളരെ പ്രിയപ്പെട്ട ഏതെങ്കിലും യാത്രയിൽ ഇങ്ങനെ നമ്മളുടെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ടിന്റെ ഫ്രണ്ടായിട്ട് ഒരാൾ വരും പിന്നെ അങ്ങനെ പറയുന്നത്? ഓഫ് കോഴ്സ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഗോവയിൽ പോയപ്പോൾ ഞാൻ 2-3 ഫോറിനേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. 2019 മീറ്റ് ചെയ്ത് എല്ലാവർക്കും നമ്മള് സുഹൃത്തുക്കളുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ആദ്യം കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അങ്ങനെയല്ലേ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ പരിചയപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ചിദംബരം ഇവരും കൂടെ ഒരുമിച്ച് ഞാനും ഉണ്ടായിരുന്നു കമ്മട്ടിപ്പാടത്തില്. പക്ഷെ ചിദംബരം ഇവര് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആയിരുന്നു. അപ്പൊ അന്നോട്ടുള്ള ബന്ധമാണ് വിഷ്ണുവായിട്ട്. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചിട്ട് വിഷ്ണു നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു.
പിന്നെ നിങ്ങൾ ഈ കൊടൈക്കനാൽ ട്രിപ്പ് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ ഇതിനു മുൻപൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാനൊക്കെ. അപ്പം ഈ സിനിമയുടെ ഭാഗമായിട്ട് അവിടെ ചെന്ന സമയത്ത് കുറേം കൂടെ കൊടൈക്കനാലിനെ അവിടുത്തെ മനുഷ്യരെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിയാൻ പറ്റുമോ? അന്ന് പോയൊരു ട്രിപ്പിന്ന് സിനിമയുടെ ഭാഗമായിട്ട് പോയപ്പം ലൈക്ക് ആ കൊടൈക്കനാൽ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നോ? അതെ അതെ, ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് കൊടൈക്കനാല്. പക്ഷെ അതൊന്നും എനിക്കിപ്പോ കൊടൈക്കനാൽ ലേക്ക് പോയി നമ്മളും അങ്ങനെ തന്നെ പോയത്. പക്ഷെ ഇപ്പൊ കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത പരിപാടി മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലത്ത് അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് അങ്ങനത്തെ ഒരു പരിപാടികൾ മാത്രം. കാരണം അത്രക്ക് മെമ്മറീസ് ഉണ്ട് കൊടൈക്കനാലിൽ. ലൈഫ് ലോങ് മെമ്മറീസ് അല്ലേ ഇത്രയും വലിയ. ആക്ച്വലി കൊടൈക്കനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കണക്റ്റുള്ള ഒരു സ്ഥലമാണ്. കാരണം ഞാൻ തമിഴ്നാട്ടിൽ അങ്ങനെ ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന കൊടൈക്കനാലിലായിരിക്കും. കാരണം അത്രയും കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയായിട്ട് പോയപ്പോഴത്തേക്ക് പക്ഷെ ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയണ്ടേ, അതൊരു ഹോമായി എന്നുള്ളത് പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മണ്ണ് പോലെ നമുക്ക് തോന്നും. ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അവിടെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം മണ്ണാന്ന് തോന്നും. അത്രയും ഒരു കണക്റ്റ് ഉണ്ട് സ്ഥലമായിട്ട്. ഇപ്പം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് ഇപ്പം സംവിധാനത്തിനും മ്യൂസിക്കിനും ഒപ്പം പറയുന്നത് അജയൻ ചാലിശ്ശേരി എന്നുള്ള ഒരു ബ്രില്യൻ വർക്കാണ്. അപ്പം നമ്മൾക്ക് ആ സിനിമയിൽ കാണുന്ന സമയത്ത് ആ സിനിമയുടെ ഒരു ഫ്ലോന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പുറത്തുനിന്നുള്ള കൊടൈക്കനാലിൽ നിന്ന് ഗുഹയിലേക്ക് കയറുമ്പോൾ നമ്മൾ എൻറ്റയർലി ഇന്നാണ്. അപ്പം ചെറിയ എന്തെങ്കിലും ഒരു നമുക്കത് അങ്ങനെയല്ല ഗുഹ പോലെ തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സിനിമയിൽ നിന്ന് നമ്മുടെ ഒരു കണക്ഷൻ പെട്ടെന്ന് പോയി പോകും. നമ്മളത് എന്താണെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ലൈക്ക് നിങ്ങളുടെ സെറ്റ് കാണേണ്ട ഒരു അനുഭവം എന്തായിരുന്നു? ആക്ച്വലി നമുക്ക് അതിൽ ഡീപ്പിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഒരുക്കി വെച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു? അതോ ലൈക്ക് ഫൈനൽ വർക്ക് നമുക്കറിയാം സെറ്റ് ഇടുന്നുണ്ട് പരിപാടികളൊക്കെ. പക്ഷെ ഇടയ്ക്ക് പോകാറുണ്ട്. ഫൈനൽ പ്രൊഡക്റ്റ് ഇൻവോൾവ് ആയിരുന്നു. ഓഫ്കോഴ്സ് ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഞാൻ അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവന് അസിസ്റ്റന്റ് ഡയറക്ടർ കം ആക്ടർ കൂടാണ്. സോ ഹ്യൂജ് പരിപാടിയാണെന്ന് അറിയാം. ഒരു 2 വീക്സ് മുന്നേ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇത്ര എക്സ്പെക്ട് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് തലേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ആക്ച്വലി ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഷൂട്ടിന് കയറുന്ന സമയത്ത് വീണ്ടും നമ്മുടെ കിളി പോകും. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഇതെങ്ങനെയാണ് വരിക, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിങ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയും അല്ലെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എന്താ ചെയ്യുന്നതെന്നുള്ളത്. അന്നാണ് അതും മാത്രമല്ല ഈ പടത്തിൻ്റെ ലൈക്ക് നമ്മൾ ഈ പടത്തിന് മുമ്പേ കൊടുക്കുന്ന ഇൻ്റർവ്യൂസിൽ പോലും ഇത് ഇയാൾ എന്തൊക്കെ ചെയ്ത് വെച്ച് നിൽക്കുന്നത് പറയാൻ വേണ്ടി ആൾക്കാരോട് മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം പറഞ്ഞാൽ തീരില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിലേക്ക് അജയൻ ചാലിശ്ശേരി പോലത്തെ ഒരു മനുഷ്യൻ ചെയ്തു വെച്ച ഒരു പരിപാടി എന്നുള്ളത്. അതിന് പഠിക്കാനുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉണ്ടാവും ഭാവിയിൽ. ലൈക്ക് സിനിമ എത്ര ആസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ളൊരു ഒരു ചാപ്റ്റർ തന്നെ ആയിരിക്കും അജയൻ ചാലിശ്ശേരി ചെയ്തു വെച്ചൊരു പരിപാടി. ഭയങ്കര ഭീകര ഡീറ്റെയിലിംഗ് ആണ് ചേട്ടൻ്റെ. നമ്മള് സെറ്റിൽ ഫസ്റ്റ് ദിവസം ചെന്ന് സെറ്റ് കണ്ട് തകർന്നിങ്ങനെ നിൽക്കുമ്പോൾ അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ താഴെ കൂടി പഴുതാര പാറ്റ കഴിഞ്ഞു പോകുന്നത്. ആ ചേട്ടൻ കൊണ്ടിട്ട പാറ്റയായതൊക്കെ സെറ്റില് കൊണ്ടിട്ടതാ. അല്ലാതെ സെറ്റില് വരില്ലല്ലോ. ഇല്ല ആക്ച്വലി മഴ പെയ്ത് റെയിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ അല്ല അത് പറയാം ഇടയ്ക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് നമ്മളൊരു പോയിന്റ് കിട്ടുമ്പോൾ നമ്മളിത് മറന്നു പോകും സെറ്റാണെന്നുള്ളത്. ഞാൻ അപ്പൊ പോയി മൂത്രം ഒഴിക്കും. നമ്മള് സീരിയസ്ലി അവിടെ നമ്മൾ പോയിട്ട് ആ പാറിന്റെ ഇടയിൽ മൂത്രം സെറ്റാണ് അല്ല അതാണ് അതിന്റെ കഴിവ്. അതെ, നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മള് വേറൊരു സ്ഥലത്താണ്. നമ്മള് ഇപ്പൊ രാത്രി ആയിരിക്കും ചിലപ്പോ പിന്നെ അതിൽ വെച്ചേക്കുന്ന ലൈറ്റ് അടിക്കുന്ന വെളിച്ചമല്ല എന്ന് നമുക്കൊന്ന് പറയാം. ഇത് ലൈറ്റ് ആണെന്ന് നമുക്ക് തോന്നില്ല. ടെക്നിക്കലി അത് അജയുടെ ചെടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞു ചെടികളൊക്കെ നമുക്ക് തൊട്ട് ഒറിജിനൽ ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. അതൊക്കെ ഭയങ്കര കല്ലുകള് ഈ മറ്റേ പായൽ പോലത്തെ. ഇപ്പം ഇനി നമുക്ക് കൂടുതൽ അറിയാനുള്ള നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ചിദംബരം എന്നുള്ളൊരു മേക്കറിനെ പറ്റിയിട്ടാണ് ഇപ്പം ഒരു ലെവലിൽ എല്ലാവരും സംസാരിക്കും. ഇപ്പൊ ജാനേമന്നു പോലെ ഒരു സിനിമ, അതും ഇങ്ങനെ ഒരു കുറച്ച് ആ ടൈമില് അല്ലെങ്കിൽ കുറച്ച് യങ് ആക്ടേഴ്സ് ആണോ, നമുക്ക് കോവിഡ് ടൈമിലാണ് അത്ര ഒരു സർപ്രൈസ്
ഹിറ്റായിരുന്നു ആ പടം വന്ന സമയത്ത്. എല്ലാവരും ഒരുപോലെ തിയേറ്ററിൽ നിറഞ്ഞു. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് വരുന്ന സമയത്തും അത് പിന്നെയും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ വെച്ചിട്ട് നല്ലൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ ആളുകൾ എത്തും. മറ്റേ താരങ്ങളോ ഇതൊന്നും വിഷയമല്ലാന്ന് അത് മുൻപേ ഉണ്ട്, ഇപ്പൊ ഒന്നും കൂടെ അത് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ചിദംബരം എന്നുള്ള ഫിൽം മേക്കറെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സംവിധാന ശൈലിയിൽ നിങ്ങളെ ഭയങ്കര അട്രാക്ട് ചെയ്തൊരു പോയിന്റ് അത് ഇവിടുന്ന് പറഞ്ഞു തുടങ്ങാൻ പറ്റുമോ? ചിതു അടിപൊളിയാണ്. ചിതു പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്ത് ഇത് ചെയ്യുന്ന ആളൊന്നുമല്ല. ചിതു നമ്മളെ അഴിച്ചുവിട്ടിട്ട് നമ്മുടെ കൂടെ തന്നെ ഇപ്പൊ നമ്മള് പറയുമ്പോ 11 ബോയ്സ് എന്ന് പറയും, പക്ഷെ ശരിക്കും 12 ബോയ്സ് ആണ് ചിതുവിനോട് കൂടിയിട്ട്. ചിതു നമ്മുടെ ഇടയിൽ ഒരാളായിട്ട് തന്നെ ഇരിക്കുന്നത്, അല്ലാതെ ഡയറക്ടറാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് അങ്ങനൊന്നുമില്ല. ചിതു ഭയങ്കര കൂളാണ്. പിന്നെ ഒട്ടും എന്താ നമ്മളെ ഇന്നത് ചെയ്യണം അത് ചെയ്യണമെന്നല്ല, നമ്മളെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്തു. അത് നമ്മളെ മാറ്റിയെടുക്കും ചെയ്തു. നമ്മളറിയാതെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, പുള്ളിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പുള്ളി അത് എടുക്കും. അരുണിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓഫ് കോഴ്സ് ചിതു ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു ഫിൽം മേക്കറുടെ പേഴ്സണലി എനിക്ക് ഓഫ് കോഴ്സ് എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് ഒരു 3-4 പേര് ട്രൈ ചെയ്താണ് ഈ സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്കേപ്പ് ഓഫ് ദ ഫിലിം തന്നെ ഇച്ചിരി വലുതാണ്. അപ്പോൾ പക്ഷേ ചിതു ഹാഡ് ദ കോൺഫിഡൻസ്. ചിതുവിന് അറിയാം എലമെൻറ്റ്സ് എവിടെ ഇരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഷൈജുക്ക, നമ്മുടെ അജയേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും ആക്ടേഴ്സ് എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു. സോ ചിതു ഭയങ്കര ചില്ല് വരുന്നത്. ആക്ച്വലി വലിയ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഗണുവിന് ഇച്ചിരി കൂടെ കൂടുതലായിരുന്നു. ഞങ്ങളെ ആസ് ആക്ടേഴ്സ് പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഭയങ്കര അത്യാവശ്യം പണിയെടുക്കുന്ന ഹാർഡ് ഷൂട്ട് പടമായിരുന്നു. ചിതു ആക്ച്വലി ഇൻ്റർവ്യൂ പറഞ്ഞപ്പോഴാണ് ഞാൻ പേഴ്സണലി റിയലൈസ് ചെയ്തത് അത്യാവശ്യം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് പടം. അതുവരെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ഇപ്പോഴും. അപ്പം അത്ര ഈസി ആയിരുന്നു ചിതോട് വർക്ക് ചെയ്യാൻ. സോ ആയിട്ടും കൂടെ ഒപ്പം ഉണ്ടായിരുന്നതാണോ? കണ്ടു കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് സ്റ്റോറി പറയുമ്പോഴും വർക്ക് ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കണത്. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ അഭിനയിക്കണം, ഇത് ഈ പരിപാടി ചെയ്യണമെന്ന്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവൻ ജീവിതത്തിൽ എടുത്തേക്കണ ഒരു റിസ്ക് കൂടിയാണ്. നമ്മളെല്ലാവരെയൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു ബ്രാൻഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് സാധ്യതയല്ല, ബ്രാൻഡ് ആയി. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ബ്രദേഴ്സും കൂടെ ആണല്ലോ. നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഈ സിനിമ എന്നുള്ള ഇപ്പൊ ചിലരുണ്ടാവുമല്ലോ, അപ്പം ബ്രദേഴ്സ് ചെറുപ്പം തൊട്ടേ സിനിമ ഒരുമിച്ച് കാണുന്നു, സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെയാണല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു ശൈലിയിലാണോ നിങ്ങൾ വളർന്നു വന്നതൊക്കെ? നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഞാൻ ചെറുപ്പം തൊട്ട് ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ പണ്ട് കുറെ മെഗാ സീരിയലൊക്കെ മറ്റേ ഭക്തി സീരിയലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഒരുമിച്ച് ഡബ് ചെയ്യാൻ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു മെർലൻ സ്റ്റുഡിയോയിൽ. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ചിതുവിന് മനസ്സിലായി നടപടിയാവൂലെന്ന് ചിതു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ഞാൻ വീട്ടിൽ സമയം അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ ചിതു കാരണമാണ് ആക്ച്വലി ഞാൻ നടനാവുന്നത്. കാരണം ചിതു എന്നെക്കാളും മുമ്പ് നടനാണ്. ആലിപ്പഴം എന്ന് പറഞ്ഞ സീരിയലിൽ ചിതു ത്രൂ ഔട്ടായിട്ട് അഭിനയിച്ചൊരു ക്യാരക്ടറാണ്. അപ്പം ചിതു പണ്ട് മറ്റേ ടിഫിൻ ബോക്സ് കൊണ്ടുവരും. സോറി, അവിടുത്തെ ഡിന്നർ മറ്റേ ചപ്പാത്തി ചിക്കൻ അവിടുന്ന് ടിഫിൻ കൊണ്ടുവരും. ഇടയ്ക്ക് ഷെയർ ചെയ്യാറില്ല. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സ് എനിക്ക് കിട്ടണമെന്നുള്ള, ചപ്പാത്തി ചിക്കൻ കിട്ടുന്നുള്ള വാശിയിലാണ് ഒരു കാറും ഭരണം പിക്ക് ചെയ്യാന്നുള്ളൊരു വാശിയിലാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ പറയാം. ചിതുവാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ചിതു എന്ന ഫിലിം മേക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ലൈക്ക് ചിതു എന്ന ഫിലിം മേക്കറിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിതു ആസ് എ ഹോൾ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് ചിതു ഒരു ലെയർ കണ്ടെത്തും, ഒരു ഫസ്റ്റ് ലെയർ. അപ്പം ജനമനിലായാലും ഒരു മരണ വീട്, ഒരു ജന വീട്, അത് ജന വീട് മരണ വീടാവുന്നു, മരണ വീട് ജനമാണ്, ഇറ്റ്സ് എ ഫസ്റ്റ് ലെയർ. അതേപോലെ ഈ പടത്തിൽ പറയുകയാണെങ്കിൽ ഒരു സുഭാഷ് എന്നൊരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി ദൈവമാകുന്ന കഥയാണ് ഈ സിനിമ. അയാൾ ദൈവവിശ്വാസിയല്ല, ദൈവമാകുന്ന കഥയാണ്. അപ്പം അങ്ങനത്തെ ഒരു ലെയറിൽ നിന്നാണ് ആ സിനിമ അവൻ എടുക്കുന്നത്. ലൈക്ക് അതാണ് ലൈക്ക് ഞാൻ കണ്ട അവൻ്റെ ഏറ്റവും വലിയൊരു ആ ലെയർ എടുത്തിട്ടാണ് അവൻ അവിടുന്ന് പണിയുന്നത്. പിന്നെ ലൈക്ക് ബാലൻസിങ് ഓഫ് ക്യാരക്ടേഴ്സ് ചിതുവിൻ്റെ അതെ ജാനമേലുണ്ട്. അതിൽ ബേസിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് പോലും. ഈച്ച് ആൻഡ് എവരി വന്നു പോകുന്നവർക്ക് ഒരു കൃത്യമായ ലെയറുള്ള സിനിമയാണ്. അതേപോലെ തന്നെ ഈ 11 പേര് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ റിവ്യൂസിലും നമ്മൾ കാണുന്നത് എല്ലാവരെയും ഭംഗിയായി ഈ സിനിമയിൽ വന്നു. ആരെയും നമുക്ക് മോശം പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും ഭീകര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു സിനിമ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അത് ഡയറക്ടറിൻ്റെ കഴിവാണ്. തീർച്ചയായിട്ടും നല്ല നടനുണ്ടായിട്ട് കാര്യമില്ല, അത് എങ്ങനെ ഒരു ഡയറക്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പം
സ്ക്രിപ്റ്റിങ്ങിലായാലും ഒരു ലെയർ കണ്ടുപിടിക്കുന്നതിനായാലും ഒരു ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അവരെ എങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരണം, അത് ആൾക്കാരിലേക്ക് എങ്ങനെ ഇമോഷണൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര നല്ല കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. അത് എൻ്റെ ഏട്ടനായാലും എനിക്ക് വളരെ സന്തോഷം, ഭാഗ്യം, അത്രേ ഉള്ളൂ. അതെ അതെ, ഇത് ഈ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ജാനമൻ കാണുന്ന സമയത്തും ഇപ്പം സോക്കോൾഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഇപ്പൊ ബാലു, ബേസിൽ, അർജുന അശോകൻ അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അഭിരാമിന്റെ അതിനകത്തുള്ള ഒരു ക്യാരക്ടർ ഒറ്റ സൂപ്പർമാൻ, അത് ഭയങ്കരമായിട്ട് ഏറ്റവും ഷെരീൻ ജാനമനിൽ പക്കാ കയ്യടി വന്ന സീൻ അതായിരുന്നു. പിന്നെ അതേപോലെ അതിനകത്ത് ഇപ്പൊ ശരത് സഭയുടെ സേഫ് അല്ല സാധനം, അത് അത്രയും ഇതായിട്ട് വന്നല്ലോ. അത് ഈ പടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് അത്ര ഒരുപാട് നിങ്ങളുടെ ഓരോ ക്യാരക്ടേഴ്സിനും അത്രയും മനസ്സിൽ പതിഞ്ഞ കറക്റ്റ് മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ അത് ഇപ്പം പറയുന്നില്ല ഈ സിനിമയുടെ ഇതായിട്ട്. പിന്നെ ഇതിന്റെ സിനിമ ഇറങ്ങുന്നതിന് മുൻപുള്ള ഇന്റർവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ തഗ് പറഞ്ഞിരുന്ന് അപ്പോൾ സലികുമാർ സാറായിട്ട് ബന്ധപ്പെടുന്നു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. പടം കണ്ടോ? എന്നിട്ട് പടം കണ്ടിട്ടില്ല അല്ലേ? കമന്റ് ഒന്നും അറിയണ്ട. പറയാൻ പറ്റുന്നതാണ്, സലീമേട്ടൻ നമ്മുടെ സെറ്റിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സെറ്റ് വന്ന് കണ്ട് ആ ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ടാ പോയത്. അതെ അതെ അതെ. സെറ്റ് കാണാൻ ഒരുവിധം മലയാള സിനിമയിൽ ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്തൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ആക്ച്വലി ഇത് ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ ഡോക്യുമെന്ററി ഫീച്ചർ ചെയ്യുമ്പോൾ ആരൊക്കെ എല്ലാവരും കുറെ പേരെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ്. എന്നോട് ആ ചേട്ടൻ റിലീസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്, ആ ചേട്ടൻ്റെ അടുത്ത് ആ ചേട്ടനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞത്, എടാ നമുക്കത് ആരെയും കാണിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. സെറ്റ് പൊളിച്ചു കളഞ്ഞല്ലോ, ഇനിയിപ്പോ അത് ആരും കാണില്ലല്ലോടാ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമുക്ക് ഈ സെറ്റ് ഇങ്ങനെ നിർത്താന്നുള്ളതൊക്കെ. പക്ഷെ എന്നാലും ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അവിടെ, വാടക, ഒരുപാട് വലിയ ബഡ്ജറ്റ് വരുന്നത് നമ്മളിപ്പോ റിവീൽ ചെയ്യുന്നില്ല. ഒരുപാട് വലിയ ബഡ്ജറ്റുള്ള ഈ സിനിമയിലെ മേജർ പോർഷൻസ് ഓഫ് ബഡ്ജറ്റ് വരുന്ന ഒരു സെറ്റാണത്. അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ പരിപാടി വരുന്നുണ്ട്, അതിനുവേണ്ടി ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ അതിന്റെ ബാക്കിയുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി നിൽക്കുന്നതിന് മുൻപ് ഒരു ഫെബ്രുവരി മലയാള സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം, ലൈക്ക് ഒരു സമീപകാലത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ അപ്പം അന്വേഷിപ്പൻ കണ്ടെത്തും ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്ലോ പേസ് ത്രില്ലറാണ്. പ്രേമലു ഒരു റൊമാൻറ്റിക് മൂവിയാണ്. ബ്രഹ്മയുഗം ഒരു പരീക്ഷണ സിനിമയായിട്ട് മമ്മൂട്ടിയുടെ ചിത്രമായിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ബോയ്സ് വരുന്നത്. ഇപ്പം പ്രേമലുവും ബ്രഹ്മയുഗമാണ് ഇതിനൊക്കെ മുമ്പ് വരെ കുറച്ചുകൂടെ ഹൈപ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേമയുഗം എന്നായിരുന്നു, ഇപ്പോൾ പ്രേമയുഗം ബോയ്സ് എന്നാണ്. പ്രേമയുഗം ബോയ്സ് എന്നൊക്കെയാണ്, ബ്രഹ്മലു ബോയ്സ്, പ്രേമയുഗം ബോയ്സ് എന്നൊക്കെയാണ് ഇപ്പം ട്വിറ്ററിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ സിനിമയുടെ വിജയം മാത്രമല്ല, നിങ്ങളുടെ ഒപ്പം ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ വിജയം ഉണ്ടല്ലോ, അതിന് എല്ലാ സിനിമ കാണാനും പ്രേക്ഷകർ വരുന്നതും അതിനൊക്കെ നിങ്ങൾ എങ്ങനെ? കാരണം ഈ കഴിഞ്ഞ ഒരു സമയത്തൊക്കെ പറയലുണ്ടായിരുന്നല്ലോ, കോവിഡിന് ശേഷം ആളുകൾ OTT പ്രിഫർ ചെയ്യുന്നു, തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ടൈമിൽ ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയല്ല, നല്ല കണ്ടന്റ് ആണ് എന്ന് വെച്ചാൽ ഏത് ജോണർ ആണെങ്കിലും ആളുകൾ വരുന്നു. ഉറപ്പായിട്ടും. അല്ല നമുക്ക് അതിൽ നമുക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. ജാനവി എന്ന് പറഞ്ഞ സിനിമ കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇറങ്ങുന്ന സിനിമയാണ്. അന്ന് ഈ പറഞ്ഞ് കൊറോണ കഴിഞ്ഞിട്ട് ആള് വരിക എന്ന് പറഞ്ഞിട്ടും അന്ന് സിനിമ തിയേറ്ററിൽ ആളെ കയറ്റിയ സിനിമയാണ് ജാനവൻ. നല്ല സിനിമ ഇറങ്ങി എപ്പോഴായാലും ആൾക്കാർ വരും, അതിൽ യാതൊരു സംശയത്തില്ല. നല്ല കണ്ടന്റ് എവിടെ ഉണ്ടെങ്കിലും അതിൽ അന്നും ഇന്നും ആൾക്കാർക്ക് യാതൊരു സംശയമില്ല. അതിനൊക്കെ വലിയ തെളിവുകളാണ്. പണ്ടൊക്കെ ഇപ്പൊ എന്താ പറയുക, മാനാർമത്തായി സ്പീക്കിംഗ് പോലത്തെ ആദ്യത്തെ 3 ദിവസം 4 ദിവസം അതിന്റെ കഥയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലാലങ്ങളുടെ ഇന്നൊക്കെ ആദ്യത്തെ ഒരാഴ്ചയൊന്നും ആൾക്കാരില്ല. ലാലങ്ങളുടെ വീട് വരെ ലോൺ വെച്ചിട്ടാണ് അവർ ആ സിനിമ ചെയ്യുന്നത്. എന്നിട്ട് വീടെങ്ങാനും ചെക്ക് വരുമെന്ന് വെച്ചിട്ട് ലാലങ്ങളെ എല്ലാവരും ഫ്ലാറ്റിൽ ജീഞ്ചാണ്ടൊക്കെ കൊണ്ട് താമസിപ്പിച്ച് നിൽക്കുകയാണ് അന്ന്. പക്ഷെ ആദ്യത്തെ 3 ദിവസം ആളില്ല, അവർ തീർന്നു വിചാരിച്ച സ്ഥലത്താണ് ആ പടം സൂപ്പർ ഹിറ്റിലേക്ക്, മലയാളം കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നത്. അപ്പം കണ്ടന്റ് ഇസ് എ കിങ്. അതിൽ ആൾക്കാർ വന്നിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് നല്ല സിനിമകൾക്ക് ഇന്നും അന്നും എന്നും ആൾക്കാരുണ്ട്. അത് ആൾക്കാരൊന്നും അങ്ങനെ നമ്മളെ കൈവിടാനൊന്നും പോണില്ല. നമ്മൾ മഞ്ഞുമല്ലിക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ലെയറിന്റെ കാര്യം, മൊത്തം സ്റ്റോറിക്കുള്ള ലെയർ പറഞ്ഞതിൻ്റെ കൂടെ ഒറ്റ കഴിഞ്ഞ നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കൊരു എന്താ പറയാ ബേസ് ഇമോഷൻ, ഓരോ ക്യാരക്ടറിന്റെയും അയാളുടെ ബേസ് ഇമോഷൻ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഓരോ കഥാപാത്രത്തിനും സെപ്പറേറ്റ് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ നിങ്ങളുടെ കഥാപാത്രത്തെ പറ്റിയിട്ട് അത് പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഡോക്യുമെന്ററി? അത് നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഡോക്യുമെന്ററി ചെയ്തൊരു ഡോക്യുമെന്ററി നമുക്ക് കാണിച്ചു തന്നു. ഇതിന്റെ റിയൽ ഇവരുടെ ഒരു ഡോക്യുമെന്ററി കാണിച്ചു തന്നിരുന്നു. അത് കണ്ടാൽ തന്നെ, അത് കണ്ടപ്പോൾ എനിക്ക് എന്റെ ക്യാരക്ടർ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതാണ് എന്റെ ക്യാരക്ടർ, ഇന്ന രീതിയിലാണ് പിടിക്കേണ്ടതെന്നുള്ളതൊക്കെ. ചിതുവിനോട് ചോദിച്ചപ്പോൾ ചിതു അത് അങ്ങനെ തന്നെ പിടിച്ചായെന്ന് പറഞ്ഞു.
പിന്നെ ചിത് നമ്മള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 11 പേര് ഫ്രെയിമിലുണ്ടെന്നൊന്നുമില്ല, അതൊക്കെ പുള്ളി കണ്ടുപിടിച്ചോളും. എല്ലാവരെയും കൃത്യമായിട്ട് നോട്ട് ചെയ്യും. അതിപ്പോ നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല ഒരു സീനിൽ, എല്ലാവരും ഉള്ള സീനിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നുമില്ല. നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ചിത് നോട്ട് ചെയ്യും, അത് കണ്ടുപിടിക്കും നമ്മൾ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കും എങ്ങനെയായിരുന്നു? ഈ ഡോക്യുമെന്ററി കണ്ടിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ ആളോട് സംസാരിച്ച ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഇത് റിയൽ ലൈഫ് ആളുകളാണല്ലോ, അപ്പൊ നിങ്ങൾക്കത് കറക്റ്റ് ആ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്ത എന്തെങ്കിലും ഒരു കറക്റ്റ് എലമെന്റ് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവൻ കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ പരിപാടി ഇങ്ങനെയാണ് ആള്. പിന്നെ ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിനൊരു കുറച്ചുകൂടി നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നു. ഇവരെ പേഴ്സണലി മീറ്റ് ചെയ്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവര് എങ്ങനെയാണ് കറക്റ്റ് പരിപാടി, പിന്നെ നമുക്കത് അവരെ കുറിച്ച് കൂടുതൽ അറിയാനും. ആസ് ആക്ടേഴ്സ് നമുക്ക് എക്സൈറ്റ്മെന്റ് ഒരു റിയൽ ലൈഫ് ഇരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാം, അത് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെ അറ്റ്ലീസ്റ്റ് ശ്രമിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം നമുക്ക് ആസ് ആക്ടേഴ്സ് എക്സൈറ്റിംഗ് ആണ്. അങ്ങനത്തെ അവരെ കണ്ടു പഠിക്കുക എന്നുള്ള അതിന് ടൈം എന്തായാലും വേണം. അപ്പൊ അതിനുള്ള ടൈമും കിട്ടി. ഫ്രീഡം ചിതു തന്നു. അതിന്റെ ചിതു നമുക്ക് അതിനുള്ള അവരായിട്ട് എപ്പോഴും പോയി ചില്ല ചെയ്യുക, മാനറിസംസ് ഒക്കെ പഠിച്ചെടുക്കുക, പിന്നെ അവരുടെ കഥകൾ കേൾക്കുക. നമ്മുടെ ഈ സ്റ്റോറി മാത്രമല്ല, മൊത്തത്തിൽ അവർ വളർന്ന സാഹചര്യങ്ങളും അവർ ഭയങ്കര രസമായിരുന്നു. ഓഫ്കോഴ്സ് എനിക്കൊക്കെ പേഴ്സണലി എൻ്റെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് ഇപ്പോഴും ഉള്ള ആൾക്കാരെ പറ്റി പ്ലേ ചെയ്യാൻ പറ്റുന്നു. സോ ആസ് ആക്ടേഴ്സ് എനിക്കൊന്നും എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. നിങ്ങളുടെ മറ്റേ ഫസ്റ്റത്തെ സിനിമയുടെ തുടക്കത്തിലെ സീൻ ഉണ്ടല്ലോ, ഇപ്പൊ ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അവിടെ കുതന്ത്രം എന്നുള്ള പാട്ട് പ്ലേസ് ചെയ്തത് ഭയങ്കര ഗംഭീര ഇതായിരുന്നു. അപ്പൊ സിനിമയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ ആ മ്യൂസിക് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? മറ്റേ ആഘോഷത്തിന്റെ പാട്ട് ചെയ്തതിന് ശേഷമാണ് പാട്ട് വെച്ചിട്ടാണ് വൺ വൈബ്. അല്ല എന്താ വെച്ചാൽ ആ ഒരൊറ്റ പാട്ടിലെ ഒറ്റ വരികൾ കൊണ്ട് നമുക്ക് ഇവരാരാണ്, ഇവരെന്താണ്, ഏത് ഇവരുടെ ദേശം, ഇവരുടെ ലൈക്ക് ലാൻഡ്സ്കേപ്പ്, ഇവരുടെ ബന്ധം എന്താണ്, ഇവരുടെ ശക്തി എന്താണ്, ഇവരുടെ മനസ്സെന്താണെന്നൊക്കെ എല്ലാം നമുക്ക് ഒറ്റ പാട്ടിലൂടെ ഒറ്റ ഇൻട്രോയിലൂടെ നമുക്ക് അത്രയും കൺവേ. അത് ആ പാട്ടിന്റെയും അല്ലെങ്കിൽ ആ പാട്ടിന്റെ വരികളുടെയും ശക്തിയാണ്, മനസ്സിലായത്. അതിലൂടെ ഒറ്റ ഇതില് മൊത്തം ഇൻട്രോ സെറ്റാണ്. ഇനി കഥ തുടങ്ങിയാൽ മതി. അപ്പോൾ അത് ആ വേടന്റെ വരികളും സുഷിന്റെ മ്യൂസിക്കും, സുഷിന്റെ മ്യൂസിക് പടത്തിൽ ഉടനീളം അത് ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇനി നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഇതിന് പല പല മേഖലകളുണ്ടല്ലോ, കാസ്റ്റിംഗ് ഉണ്ട്, അഭിനയം ഉണ്ട്, എഴുത്തുണ്ട്, ഭയങ്കര സ്ഥിര പരിപാടി ഉണ്ട്. നല്ല സിനിമകൾ ഇങ്ങനെ ഇപ്പം ജാനുവരിയിൽ കോവറായിട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ലൈക്ക് അങ്ങനെ ഇത് മറ്റേ നിർബന്ധ ബുദ്ധിയോട് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അങ്ങനത്തെ ഒരു ടീമിന് സെറ്റായി വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പെക്റ്റിൽ ഒരു പുതിയ പരിപാടി ചെയ്യാൻ പറ്റുമ്പോൾ അടിപൊളി സന്തോഷം, അങ്ങനെ ചെയ്യുന്നു മാത്രം. പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ട്, പക്ഷെ അതൊന്നും അനൗൺസ് ആയിട്ടില്ല. അനൗൺസ് ചെയ്തതിന് മുമ്പേ പറയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ സിനിമയാണ് സംഭവിക്കാം. വിഷ്ണുവിന്റെ എങ്ങനെയാണ് ഇനി പ്ലാൻ? സോറി, നടികർ തിലകം, അതിൽ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. ചന്തു ഡയറക്ട് ചെയ്ത സിനിമയാണ് നടികർ തിലകം. അത് ഉടനെ മെയിൽ റിലീസാവും. അത് ഷൂട്ട് കഴിഞ്ഞ ഡബിങ് കഴിഞ്ഞു, ധൈര്യമായിട്ട് പറയാം. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ സംസാരത്തിലുണ്ട്. പക്ഷെ ഞാൻ ഒരു 2.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു പടം ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു പ്രൂവ് ചെയ്യേണ്ട ഒരു ജീവിതത്തിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇപ്പം. അപ്പോൾ ഇനി ആരെങ്കിലും സെയിം ഒന്നും അങ്ങനെ ഗണു പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ സെറ്റായിട്ടില്ല. ചർച്ചകൾ നടക്കുന്നു. പക്ഷെ ഒരു നല്ല പരിപാടി സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിനയം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, വേറെ മേഖലകളിലൂടെ നമ്മള് ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ്. നമ്മള് സത്യമായിട്ടും ഞാൻ പേഴ്സണലി നമ്മുടെ ഉള്ളിലെല്ലാം അവൻ ഒരു അടിപൊളി ആക്ടർ നമുക്ക് എല്ലാം പേഴ്സണലി ഫീൽ ചെയ്യും. ഷൂട്ടിന്റെ ഇടയ്ക്ക് തന്നെ ഭയങ്കര ഇന്റൻസ് ആണ് അവന്റെ കണ്ണുകളും, കളിയാക്കെങ്കിലും അത്യാവശ്യം ഇന്റൻസ് ആണ്. അപ്പം പുള്ളി അത്യാവശ്യം 3-4 പടങ്ങൾ ചെയ്തു. അതെ, എല്ലാരും ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള PR വർക്കൊക്കെ ചെയ്യണം. നമ്മളുടെ PR നമുക്ക് വോയിസ് ഉണ്ട്, വേറെ ആൾക്ക് പുറത്ത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഓക്കെ, ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ട് സിനിമയുടെ പല പല ആസ്പെക്റ്റിനെ പറ്റി പറയാൻ പറ്റുന്ന രീതിയിലും കൂടെ ഒരു മൊത്തത്തിൽ വിളിച്ചു ഇന്റർവ്യൂ പറയും. അത് കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അതെ അവസരം കൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.